ബുൾഡോസർ രാജിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പലയിടത്തും പ്രധാനമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബുൾഡോസർ രാജുകൾ സംഭവിക്കാറുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളുടെ സ്ഥാപനങ്ങളോ അയാളുടെ വീടോ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്ന തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളെയാണ് പ്രതിപക്ഷം പൊതുവെ ബുൾഡോസർ രാജ് എന്ന് പറയാറുള്ളത്. പൊതുവെ BJPയുടെ മേലാണ് ഈ ബുൾഡോസർ രാജുകൾ പ്രധാനമായും ആരോപിക്കപ്പെടുന്നത്. ഇപ്പോഴിതാ അതിനൊരു മറുപണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും ഒരു ബുൾഡോസ് രാജ് നടത്തിയിരിക്കുകയാണ്. തെലങ്കാനയിലാണ് സംഭവം. തെലങ്കാനയിലെ BJP നേതാവായിട്ടുള്ള തോക്കല ശ്രീനിവാസ റെഡ്ഡിയുടെ അനധികൃത കെട്ടിടങ്ങളാണ് ബുൾഡോസർ ഉപയോഗിച്ച തെലങ്കാന സർക്കാർ പൊളിച്ചു നീക്കിയത്. ഇതിന് വ്യക്തമായ കാരണവും തെലങ്കാന സർക്കാർ പറയുന്നുണ്ട്. അതായത് ഈ കെട്ടിടമുണ്ടായ ഈ BJP നേതാവിൻ്റെ കെട്ടിടമുണ്ടായ നഗരത്തിൽ നേരത്തെ ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിന് നേരത്തെ 35 ഏക്കർ വിസ്തീർണമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 10 മുതൽ 12 വരെ മാത്രമാണ് ആ തടാകത്തിന് വിസ്തീർണമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തടാകത്തിൻ്റെ ഭാഗങ്ങളും ഈ BJP നേതാവ് കയ്യേറിയെന്നും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നും തെലങ്കാന സർക്കാർ കണ്ടെത്തുന്നത്. ഇതോടുകൂടിയാണ് തെലങ്കാന സർക്കാർ BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തത്. 2020 ഇവിടെ ഒരു പ്രളയമുണ്ടായിരുന്നു. ഈ പ്രളയ സമയത്ത് ഈ കടകളിലൊക്കെ അല്ലെങ്കിൽ ഈ BJP നേതാവിൻ്റെ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്നു. പിന്നീട് ആ സ്ഥലം തടാകം കയ്യേറിക്കൊണ്ട് BJP നേതാവ് അവിടെ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഉയർത്തുകയായിരുന്നു. ഇതാണ് തെലങ്കാന സർക്കാർ ഇന്ന് പൊളിച്ചു മാറ്റിയത്. വലിയ സുരക്ഷയോടുകൂടിയാണ് തെലങ്കാന സർക്കാർ ഈ ബിൽഡിംഗ് ഇന്ന് പൊളിച്ചു മാറ്റിയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.